ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കൊറിയയിലെ ഒരു ഉൾഗ്രാമ പ്രദേശം ഇന്ന് ആ നാട്ടില് ഒരു ഇലക്ഷൻ നടക്കാൻ നിൽക്കുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ ആ നാട്ടിലെ 5 ആൺകുട്ടികളെ കാണാതാവുകയാണ്. ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പോലീസുകാരൊക്കെ വലിയ ടീമായിട്ട് ആ നാട് അരിച്ചു പെറുക്കുകയാണ്. എന്തിനു പറയണം, ആ നാട്ടിലെ എല്ലാ ജനങ്ങളും കുട്ടികളെ തപ്പി ഇറങ്ങുന്നുണ്ട്. 3 ലക്ഷത്തോളം ആൾക്കാർ ആ നാട് മുഴുവനായിട്ടും അരിച്ചു പെറുക്കുകയാണ്. എന്നിട്ടും ആ കുട്ടികളെ അവർക്ക് കണ്ടെത്താനായില്ല. യഥാർത്ഥത്തിൽ ആ 5 കുട്ടികൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കൊറിയയിൽ 1991 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിനെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമയാണിത്. എന്നാൽ പിന്നെ നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് പോകല്ലേ. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, 3 ബോഡി പ്രോബ്ലം എന്നൊരു വെബ് സീരീസ് നമ്മുടെ ചാനലിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കഥ തുടങ്ങാം. കഥ നടക്കുന്നത് അങ്ങ് കൊറിയയിലാണ്. വർഷം 1991. അപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രാമം. അതിന്റെ ആ ഒരു വഴികളിലൂടെ ഒരു പയ്യനങ്ങനെ ഓടി നടന്ന് കളിക്കുന്നുണ്ട്. അവന്റെ പേരാണ് ജാങ്കോ. ഇവൻ സൂപ്പർമാൻ ഷാള് കിട്ടിയതുപോലെ ബേക്കിൽ ഷാള് കെട്ടി ഇനി നിൽക്കാൻ പാടില്ല, ഇനി നിൽക്കാണ്ട് ഓർഡർന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ ഓടി കളിക്കുകയാണ്. ഇതിനുശേഷം ജാങ്കോ അവന്റെ 4 കൂട്ടുകാരുണ്ട്, അവരുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ ഇവർ 5 പേരും ചേർന്ന് മറ്റെങ്ങോട്ടോ കളിക്കാൻ പോവാണ്. ഇതേ ദിവസം തന്നെ ഈ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ അതിന്റേതായ ആ ഒരു തിരക്കാണിപ്പോ. അതുപോലെ നമ്മുടെ പിള്ളേരെ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ അല്ലേ, അതുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധമില്ലല്ലോ. കുട്ടികൾ അങ്ങനെ കളിച്ചു നടക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ ജാങ്കോ ആണെങ്കിൽ ഞാൻ നിൽക്കാൻ പാടില്ല, ഞാൻ നിർത്താണ്ട് ഓടണം, ഞാൻ സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെന്തായാലും 5 പേര് നല്ല പോക്കിരികളാണ്. ഈ സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി അങ്ങനെ ഓരോ വികൃതിയും കാണിച്ച് നടക്കലാണ് 5 പേരുടെയും പ്രധാന പരിപാടി കേട്ടോ. ഇതേ നേരം തന്നെ വീട്ടിലിരിക്കുന്ന ജാങ്കോയുടെ അമ്മയെ കാണിക്കുകയാണ്. അവർ പാത്രമെല്ലാം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു നെഞ്ചുവേദന പോലെ. മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അമ്മയ്ക്ക് വേദന വരുമെന്നൊക്കെ പറയുന്നില്ലേ, ചിലപ്പോൾ അതുപോലെ സംഭവിച്ചതായിരിക്കാം. കാരണം ജാങ്കോ അടക്കം ബാക്കിയുള്ള 4 പിള്ളേരുണ്ടല്ലോ, ടോട്ടൽ 5 കുട്ടികൾ. ഇവർ 5 പേരെയും കാണാതായിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഈ 5 പേരുടെ മാതാപിതാക്കൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, കുട്ടികളെ കാണാതായിരുന്നു. എന്നാൽ പോലീസുകാർ പറയാണ് കുട്ടികൾ ഇങ്ങനെ കളിച്ചു നടക്കുകയല്ലേ, രാത്രി ആകുമ്പോൾ വന്നോളൂ. അവർ വലിയ മൈൻഡൊന്നും ആക്കിയില്ല കേട്ടോ. എന്നാൽ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. പോയ കുട്ടികൾ ഇതുവരെയായിട്ടും തിരിച്ചു വന്നില്ല. സോ പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവുന്നുണ്ട്. പിന്നീട് പോലീസുകാർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ 5 കുട്ടികളെയും തപ്പി ഇറങ്ങുകയാണ്. എന്നാൽ പോലീസുകാർ മാത്രമല്ല, നാട്ടുകാരും കൂടെ ഇതിൽ കൂടുന്നുണ്ട്. ടോട്ടലി ഒരു 3 ലക്ഷത്തോളം ആൾക്കാർ, അത്രയും ആൾക്കാർ ആ നാട് മുഴുവനും ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കുട്ടികളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അതുപോലെ തന്നെ കുട്ടികളെ കാണാതായത് 1991 മാർച്ച് 6-ാം തീയതിയാണ്. അപ്പോൾ ഒരു നാട്ടിൽ ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ആര് വരിക? മീഡിയാസ് തന്നെ. അവരുടെ TRP റേറ്റിംഗ് കൂട്ടാനായിട്ട് ഇത് വലിയൊരു സ്റ്റോറി ആയിട്ട് തന്നെ കവർ ചെയ്യാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. കാണാതായ 5 പിള്ളേരുടെയും മാതാപിതാക്കളെ കൊണ്ടുവന്നിട്ട് അവർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. സോ ആ ഇന്റർവ്യൂ ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, മീഡിയ കമ്പനി, അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കഥാനായകൻ. ഈ കൊറിയക്കാരുടെയൊക്കെ പേര് പറയാൻ കുറച്ച് കഷ്ടപ്പാടാണ്. തൽക്കാലം നമുക്ക് കഥാനായകനെ ഹീറോ എന്ന് പറയാം. സോ ഹീറോ ഈ 5 പേരെയും ഇന്റർവ്യൂ ചെയ്യുന്നത് അവനങ്ങനെ അവരെന്താ പറയുന്നത് എന്നെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഈ കേസ് അന്വേഷിക്കുന്ന ആ ഒരു പോലീസുകാരുണ്ടല്ലോ, ഈ കാണാതായ 5 കുട്ടികളുടെയും വീട്ടിൽ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി കൊടുക്കുകയാണ്. അതായത് ഇവരുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോള് റെക്കോർഡ് ആവാനും മാത്രമല്ല എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഈ 5 പേരുടെ വീട്ടിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് കുട്ടികളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിലോ അപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയിട്ട് പൈസയ്ക്ക് വേണ്ടി വിളിക്കുമല്ലോ, അങ്ങനെ വിളിക്കുന്ന സമയത്ത് അത് ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് ഈ രീതിയിലുള്ള സെറ്റപ്പ് ഇവിടെ റെഡിയാക്കി കൊടുത്തത്. 5 പേരുടെ വീട്ടിലും ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം ഈ ഒരു കേസിന്റെ പിന്നാലെ പോലീസുകാർ ഭയങ്കരമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ദിവസങ്ങൾ അങ്ങനെ പോകും തോറും ഇവരുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വന്ന് പോലീസുകാർ ഇപ്പോൾ വല്ലാതെ ഇടപെടാതായി. എന്നാൽ കാണാതായിരിക്കുന്നത് സ്വന്തം മക്കളാണ്. പക്ഷെ ആ ഒരു 5 പേരൻസും ഉണ്ടല്ലോ, അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ച് നാട് മുഴുവനും ഈ 5 പേരെയും തേടി നടക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, വർഷങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ 1996 ആയിട്ടുണ്ട്. അതായത് ഏകദേശം 5 വർഷം കഴിഞ്ഞുപോയി. ഈ 5 വർഷത്തിൽ പല മാറ്റങ്ങളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ കൂട്ടത്തിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അവന്റെ ആ ഒരു മീഡിയ കമ്പനിയോട് പോലും പറയാതെ സ്വന്തമായിട്ട് ഒരു ഡോക്യുമെന്ററി എടുത്ത് അത് പബ്ലിഷ് ചെയ്തു. നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി. അതുപോലെ തന്നെ അതിന്റേതായ ആ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ അവന് കിട്ടുകയാണ്. ടിവിയിലൂടെ ഈ കാര്യങ്ങളൊക്കെ അവന്റെ ഭാര്യ, അതായത് ഹീറോയുടെ ഭാര്യ കാണുന്നുണ്ട്. അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഹീറോ ഈ കാര്യങ്ങൾ കമ്പനിയെ അറിയിക്കാതെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവനൊരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്. ഇവിടെ നിന്നും അവനെ മറ്റൊരു സ്ഥാപനത്തിലേക്ക്, അതായത് ഇവരുടെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ആ നാട് ഏതാണെന്ന് അറിയോ? ആ 5 കുട്ടികളെ കാണാതായ ആ ഒരു ചെറിയ ഉൾഗ്രാമ പ്രദേശം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ഇവനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ജോലി പോവാതിരിക്കാനായിട്ട് ഗതി കേട്ട് അവൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ആ നാട്ടിലെത്തിയ സമയത്താണ് 5 വർഷങ്ങൾക്ക് മുന്നേ കാണാതായ ആ 5 കുട്ടികളുണ്ടല്ലോ, അവരുടെ കാര്യം പോലീസ് മറന്നാലും മീഡിയ മറന്നാലും ആ നാട്ടുകാർ മറന്നിട്ടില്ല. പ്രത്യേകിച്ചും ആ കുട്ടികളുടെ പാരന്റ്സ് മറന്നിട്ടില്ല. ഇപ്പൊ തന്നെ എവിടുന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു അവിടെയുള്ള ഒരു കുളത്തിൽ അവരുടെ ബോഡി കണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ ഒരു സംശയത്തിന്റെ പേരിൽ നാട്ടുകാർ മുഴുവനായിട്ടും അങ്ങോട്ടേക്ക് ചെന്ന് ആ കുളം തന്നെ വറ്റിക്കുകയാണ്. ഇനി എങ്ങാനും ഇതിന്ന് അവരുടെ ആ ഒരു ബോഡിയെങ്കിലും കിട്ടിയാലോ. പക്ഷേ നിരാശ മാത്രമായിരുന്നു, ഒന്നും കിട്ടിയില്ല. ഇപ്പൊ ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു റിപ്പോർട്ടർ പറയാണ് ഇത് ഈ നാട്ടിൽ സ്ഥിരം തന്നെയാണ്, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, നാട്ടുകാർ അതിന്റെ പിന്നാലെ പോകും. ഇതൊരു സ്ഥിരം സംഭവമാണ് ഇപ്പൊ ഇവിടെ. അതായത് 5 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കുട്ടികളെ കാണാതായി എന്ന് പറയുന്നില്ലേ, നാട്ടുകാരെ എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യം എഫക്ട് ചെയ്തിട്ടുണ്ട്.
ഈ നാടിന്റെ സിറ്റുവേഷൻ തന്നെ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് മാറിപ്പോയിരിക്കുകയാണ്. എന്തായാലും ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പുറത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. അപ്പൊ അന്ന് കുട്ടിയെ കാണാതായ സമയത്ത്, കുട്ടിയല്ല കുട്ടികൾ, അവരെ കാണാതായ സമയത്ത് പല ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഹീറോ കേൾക്കുകയാണ്. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ ഒരു പ്രൊഫസർ ഉണ്ട്. ഇയാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയാണ്. അതെന്തോ ഹീറോയ്ക്ക് കൺവിൻസ് ആയിട്ടുണ്ട്. ഈ ഹീറോ എന്ന് ഞാൻ പറയുന്നില്ല, തൽക്കാലം നമുക്ക് അവനൊരു പേരിടാം. മിക്ക ചൈനീസ് കൊറിയൻ സിനിമകളിലെ നായകന് നമ്മൾ കൊടുക്കാറുള്ള ഒരു പേര് തന്നെ ജുവാൻ. പേരെന്തായാലും എന്താ, നമുക്ക് കഥ മനസ്സിലായ പോലെ. എന്തായാലും ജുവാൻ ആ ഒരു പ്രൊഫസറുടെ വീഡിയോ കണ്ട സമയത്ത് ഒന്ന് കൺവിൻസ് ആയി. അതായത് പ്രൊഫസർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കുട്ടികളെ കാണാതായ ആ ദിവസം ഈ നാട്ടിൽ ഇലക്ഷൻ ആയിരുന്നു. ഈ ഇലക്ഷൻ ഇവിടെ നടത്താൻ താല്പര്യമില്ലാത്ത ചില ആൾക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ അതുകൊണ്ടൊന്നും ഇലക്ഷൻ മാറ്റി വെച്ചിട്ടില്ല. ഇലക്ഷൻ അതിന്റേതായ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. എന്നാൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാർ അവരുടെ കാര്യം നടക്കാത്തതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ആ ഒരു കുട്ടികളെ വിട്ടയച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. മറ്റാരും പറയാത്ത പുതിയൊരു കാര്യമാണ് പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞത്. 5 വർഷം മുന്നേ പറഞ്ഞതാണ്. എന്നാൽ പിന്നെ പ്രൊഫസർ ഒന്ന് പോയി കാണാമെന്ന് നമ്മുടെ ഈ ഒരു ജുവാൻ തീരുമാനിക്കാം. അവൻ നേരെ പ്രൊഫസർ പഠിപ്പിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പ്രൊഫസറോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രൊഫസർ വീണ്ടും പറയുന്നത്. അന്നത്തെ ഇലക്ഷൻ മാറ്റി വെപ്പിക്കാനായിട്ട് ആരും ഒരാളൊരു പ്ലാൻ ചെയ്തതാണ്. എന്നാൽ അത് പാളിപ്പോയി. എന്തായാലും പ്ലാൻ ഫെയിൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടികളെ ചിലപ്പോൾ തട്ടിക്കൊണ്ടുപോയ ആള് തന്നെ കൊന്നിട്ടുണ്ടാവാം. അങ്ങനെ പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങൾ ഹീറോ, അതായത് ജുവാൻ, അത് അതുപോലെ തന്നെ ഈ നാട്ടിലെ അവരുടെ ഓഫീസിൽ ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, അവരുടെ ചീഫിനോട് പോയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ചീഫ് പറയാണ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഇതൊക്കെ പ്രൂവ് ചെയ്യണമെങ്കിൽ കുട്ടികളുടെ ബോഡി കിട്ടണമല്ലോ. ബോഡി കിട്ടാതെ ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയണം. പക്ഷേ ജുവാൻ ഈ ഒരു കേസ് വിടാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും പ്രൊഫസറുടെ അടുത്തേക്ക് പോകണം. എന്താണ് പ്രൊഫസർക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് തന്നെ കേൾക്കുക. പ്രൊഫസർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് കുട്ടികളെ അന്ന് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് കാണാതായത്. വൈകുന്നേരമാണ് എല്ലാവരും കുട്ടികളെ തേടി ഇറങ്ങാൻ തുടങ്ങിയത്. എന്നാൽ ഈ കാണാതായ ജാങ്കോ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അമ്മയുണ്ട്. ആ സ്ത്രീ മാത്രം രാവിലെ മുതലേ അവളുടെ കുട്ടി, അതായത് ജാങ്കോയെ തേടി നടക്കുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ അറിഞ്ഞു രാവിലെ മുതലേ കുട്ടികൾ കാണാതാവുന്നു? ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണല്ലോ. നമ്മുടെ ജുവാൻ നേരെ അവന്റെ ചീഫിനോട് ഈ ഒരു കാര്യം ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ചീഫ് കൊടുത്ത മറുപടി എന്താ വെച്ചാല്, എടോ ആ സ്ത്രീക്ക് രാവിലെ തന്നെ എന്തോ ഒരു നെഞ്ചുവേദന വന്നു. അപ്പൊ തന്നെ അവർക്ക് തോന്നി അവരുടെ കുട്ടിക്ക് എന്തോ സംഭവിക്കാൻ പോവാന്ന്. അതുകൊണ്ടാണ് രാവിലെ മുതലേ ഈ ജാങ്കോയെ തേടി അവന്റെ അമ്മ ഇറങ്ങിയത്. അല്ലാതെ നീയും ആ ഒരു പ്രൊഫസറും പറയുന്നത് പോലെ ആ പ്രൊഫസർക്ക് വട്ട, നീ അയാളെ ഒഴിവാക്കുന്ന് പറയാണ്. എന്നാൽ ജുവാൻ വീണ്ടും പ്രൊഫസറുടെ അടുത്തേക്ക് എത്തുകയാണ്. പ്രൊഫസർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഈ കുട്ടികളെ കാണാതായി 2 മാസം കഴിഞ്ഞപ്പോൾ ജാങ്കോയുടെ അമ്മയ്ക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോള് ഇത് ഞാനാണ്, ജാങ്കോ ആണ് അമ്മയെന്ന് പറഞ്ഞ സമയത്ത് വളരെ നോർമൽ ആയിട്ടാണ് അവർ അങ്ങോട്ട് സംസാരിച്ചത്. ഇത്രയും ദിവസമായിട്ട് കാണാതായ കുട്ടി വിളിക്കുമ്പോൾ ഒരമ്മ അങ്ങനെയാണ് സംസാരിക്കുക. അതെല്ലാം പോട്ടെ, ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ പോലീസുകാർ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. റെക്കോർഡിംഗ് അല്ല, ആ ഒരു കോള് ട്രേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് അവർ പ്രസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഈ 5 കുട്ടികളെയും കാണാതായതിന്റെ പിന്നിൽ ജാങ്കോയുടെ അച്ഛനും അമ്മയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഈ കാര്യം ചെന്ന് വീണ്ടും ചീഫിനോട് നമ്മുടെ ജുവാൻ പറയാണ്. ചീഫിന്റെ കയ്യിൽ നിന്ന് നല്ല ആട്ട് കിട്ടുന്നുണ്ട്. എന്താടാ മോനെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ആ പ്രാന്തം പ്രൊഫസറുടെ പിന്നാലെ നടക്കല്ലേ. ഓൾറെഡി കുഞ്ഞുങ്ങളെ കാണാതായിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ ഒരു കുടുംബം മുഴുവനായിട്ടും. ഇനിയും അവരെ പോയിട്ട് ഉപദ്രവിക്കാനാണോ നീ പറയുന്നത്? നീ എന്തായാലും അയാളെ വിട്ടേക്കെന്ന് പറയാണ്. എന്നാൽ ജുവാൻ പ്രൊഫസർ ഇപ്പോഴും വിടാൻ തയ്യാറല്ല. കാരണം എന്താണെന്നറിയോ, അവനിപ്പോ കമ്പനിയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ആണുള്ളത്. പക്ഷേ ഈ ഒരു കേസിന്റെ പിന്നാലെ പോയിട്ട് ഒരു ഫീച്ചറായിട്ട് ഇത് മുഴുവനായിട്ട് കവർ ചെയ്ത് അവസാനം ഈ ഒരു കേസ് തെളിയിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ അവനിക്ക് നല്ല വാല്യൂ കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പ്രൊഫസറുടെ പിന്നാലെ തന്നെ അവൻ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. സോ ഇപ്പൊ പ്രൊഫസർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജുവാന് സംശയം ജാങ്കോയുടെ ഫാമിലിയാണ്. എന്നാ പിന്നെ അവരെ പോയി ഒന്ന് കണ്ടു കളയാന്ന് പറഞ്ഞിട്ട് പ്രൊഫസറും ജുവാനും കൂടെ നേരെ ജാങ്കോ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉള്ളിലേക്ക് വാന്ന് പറഞ്ഞിട്ട് ജാങ്കോയുടെ അച്ഛൻ അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എന്തായാലും എന്റെ മകന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം, നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരിക്കുന്നു പറയാണ്. ഇതേ സമയത്ത് തന്നെ ജാങ്കോയുടെ അമ്മയാണെങ്കിൽ അടുക്കളയിൽ എന്തോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജാങ്കോയുടെ അച്ഛൻ ആ ഒരു ഫോട്ടോ എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ പ്രൊഫസർ ഉണ്ടല്ലോ, ഒരു ഷെർലക് ഹോംസിനെ പോലെ തന്നെ ആ വീടിന്റെ മുക്കും മൂലയും കണ്ണുകൾ കൊണ്ട് സ്കാൻ ചെയ്തെടുക്കുകയാണ്. ആ സമയത്ത് പ്രൊഫസർ ഒരു കാര്യം കണ്ടു. അതായത് ഇവരുടെ വീടിന്റെ ഉൾഭാഗത്തായിട്ട് ഇപ്പൊ പുതുതായിട്ട് സിമെന്റ് കൊണ്ട് ഇട്ടൊരു ഭാഗം. ഇതിപ്പോ ഇതിനെ വീട്ടിന്റെ ഉള്ളിൽ പുതുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തത്. അതായത് പ്രൊഫസറിന്റെ ഉള്ളിൽ വീണ്ടും ചോദ്യങ്ങൾ വരികയാണ്, സംശയം തോന്നുകയാണ്. അതിനൊന്നുകൂടെ കടുപ്പിക്കുന്ന രീതിയിൽ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഈ വീട്ടിൽ തന്നെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി ഇപ്പോ ഈ ജാങ്കോയുടെ അച്ഛനെ കാണാതെ ഇവർക്ക് 2 പേർക്കും നേരെ ഇവരുടെ ആ ഒരു വിരൽ നീട്ടുകയാണ്. അതായത് ഈ മുത്തശ്ശിയുടെ 2 വിരലുകൾ. എന്നിട്ട് ആ വിരലുകൾക്ക് നേരെ മറ്റൊരു വിരൽ കൊണ്ട് ഇങ്ങനെ വെട്ടുന്നത് പോലെ കാണിക്കുകയാണ്. ഇതിനുശേഷം ആ മുത്തശ്ശി ജാങ്കോയുടെ അച്ഛനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുകയാണ് പ്രൊഫസർക്കും അതുപോലെ തന്നെ ജുവാനും. പിന്നീട് ആ ഒരു മുത്തശ്ശി അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജാങ്കോയുടെ അച്ഛനുണ്ടല്ലോ, തൽക്കാലം നമുക്ക് അയാളെ പൊയോങ് എന്ന് വിളിക്കാം. ഈ പൊയോങ് പഴയ ആൽബം എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് പ്രൊഫസർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മകൻ ജാങ്കോ കാണാതായി 2 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു കോള് വന്നായിരുന്നല്ലോ, എന്നാൽ എന്തുകൊണ്ടാണ് ആ കോള് ട്രേസ് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് നിങ്ങൾ ഞെക്കാതിരുന്നത്? ഈ സമയത്ത് ജാങ്കോയുടെ അച്ഛൻ പൊയോങ് പറയുന്നത് അത് പിന്നെ എന്റെ ഭാര്യയ്ക്ക് ഒരു മിസ്റ്റേക്ക് വന്നതാണ്, അന്നത്തെ ആ ഒരു ടെൻഷനിൽ അറിയാതെ മാറി ഞെക്കിപ്പോയതാന്നൊക്കെ പറയണം. മാത്രമല്ല ഇവർക്ക് വന്ന ഓരോ കോളുകളും റെക്കോർഡ് ചെയ്തതിന്റെ ആ ഒരു കേസറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. പിന്നെ അതെല്ലാം നോക്കിയിട്ട് പ്രൊഫസറും അതുപോലെ തന്നെ ജോനും എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്.
പുറത്തിറങ്ങിയ പാട് തന്നെ ഈ പ്രൊഫസർക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഒന്ന് വരാം, ബാത്റൂം എവിടെയാന്ന് ചോദിക്കാൻ പൊയോങ് ബാത്റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രൊഫസർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ പൊയോങ് പറയുന്നത് ഞാനും ഇപ്പൊ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അതായത് 2 ടോയ്ലറ്റും അടുത്തടുത്ത് തന്നെയാട്ടോ. അപ്പൊ തൊട്ടപ്പുറത്തെ ബാത്റൂമിൽ കയറി ഈ പൊയോങ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പ്രൊഫസറിനോട് ചോദിക്കണം, അല്ല എന്റെ മകൻ കാണാതായിട്ട് 5 വർഷമായിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഇപ്പൊ തേടി വന്നിരിക്കുന്നത്? ഇപ്പൊ പ്രൊഫസർ പറയണ അന്വേഷിക്കണം തോന്നി അതുകൊണ്ട് വന്നു. പിന്നെയും ഓരോ കാര്യങ്ങൾ പൊയോങ് ചോദിക്കുന്നുണ്ട്. ഇതെന്തിനാ ഈ ബാത്റൂമിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന് കരുതിയിട്ട് പ്രൊഫസർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ പ്രൊഫസർ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ വാതിൽ തുറന്നുകൊണ്ട് ഈ പൊയോങ് വന്നിട്ട് പറയണ, ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മര്യാദക്ക് മറുപടി പറഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് കുറച്ച് ഹാഷായിട്ട് ചോദിക്കുകയാണ്. പിന്നെ ഒന്നും മിണ്ടാതെ പ്രൊഫസർ നേരെ പോയിട്ട് ജുവാന്റെ ആ ഒരു കാറിൽ കയറുകയാണ്. അങ്ങോട്ടേക്ക് വന്ന് ഈ പൊയോങ്ങും വളരെ രൂക്ഷമായിട്ട് തന്നെ പ്രൊഫസർ നോക്കുന്നുണ്ട്. സോ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് പ്രൊഫസർക്ക് പൊയോങ്ങിന് ഭയങ്കരമായിട്ട് സംശയം തോന്നുകയാണ്. പിന്നീട് ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവൻ ഇപ്പൊ ജുവാനോട് പറയുന്നുണ്ട്. ബാത്റൂമിൽ നിന്നും പ്രൊഫസർ ഇറങ്ങി ഏകദേശം ഒരു 10-14 അടി മുന്നോട്ടേക്ക് വെച്ചപ്പോഴാണ് മറ്റേ ബാത്റൂമിൽ നിന്നും പൊയോങ് പുറത്തേക്ക് വന്നത്. മാത്രമല്ല ആ ഒരു ബാത്റൂമിന്റെ വാതിൽ ചെറുതായിട്ട് തുറന്നു കിടക്കുന്നതായിട്ട് പ്രൊഫസർ ശ്രദ്ധിച്ചായിരുന്നു. അതായത് വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല ബാത്റൂമിലേക്ക് പോയത്, പ്രൊഫസറെ നിരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പൊയോങ് ബാത്റൂമിൽ പോയത്. മിക്കവാറും ആ വാതിലിനിടയിലൂടെ ഞാൻ നടക്കുന്നത് അയാൾ നോക്കിയിട്ടുണ്ടാവും. ഞാൻ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയതിനു ശേഷം മാത്രമാണ് അയാൾ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത്. എന്നോട് കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബാത്റൂമിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇയാളുടെ കണ്ണങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ കാണാൻ പാടില്ലാത്ത എന്തോ ഒന്ന് അയാൾ അവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇയാളുടെ വീടിന്റെ ഉൾഭാഗത്തായിട്ട് പുതുതായിട്ട് സിമെന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യം അവിടെ മറച്ചു വെച്ചിട്ടുണ്ടാവുമോ? എനിക്കൊരു സംശയമുണ്ട്. അതിന്റെ പുറമെ ആ ഒരു മുത്തശ്ശി നമ്മളെ കാണിച്ചത് ഓർമ്മയുണ്ടോ? 2 വിരൽ വെച്ച് അതിങ്ങനെ വെട്ടുന്നത് പോലെ. സോ എനിക്ക് നല്ല സംശയം ഈ കാണാതായ ജാങ്കോയുടെ അച്ഛനുണ്ടല്ലോ പൊയോങ്ങിനെ തന്നെയാണ്. അങ്ങനെ പ്രൊഫസർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ജുവാൻ ചെന്നിട്ട് അവന്റെ ആ ഒരു ചീഫിനോട് പറയുന്നുണ്ട്. എന്നാൽ ഇത്തവണയും ചീഫ് ഈ കാര്യങ്ങളൊക്കെ റിജക്ട് ചെയ്യാണ്. ചീഫിന് ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ യാതൊരു താല്പര്യമില്ല. പക്ഷെ ജുവാൻ വിടാൻ തയ്യാറല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ കാരണം എന്താണ്? എങ്ങനെയെങ്കിലും കമ്പനിയിൽ ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ വീണ്ടും ജുവാൻ മറ്റൊരാളുടെ അടുത്തേക്ക് എത്തുകയാണ്. അതായത് കാണാതായില്ലേ വേറെയും 4 പിള്ളേര്, അതിലൊരു കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്ക്. അവരോട് ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ജുവാൻ ചോദിക്കുന്നുണ്ട്. അതായത് അന്ന് കുട്ടികളെ കാണാതായ ദിവസം ഈ ജാങ്കോയുടെ അച്ഛനും അമ്മയും അവരെന്ത് ചെയ്യായിരുന്നു എന്നറിയോ? അപ്പൊ ഈ സ്ത്രീ പറയാണ്, എന്റെ കുട്ടിയെ കാണാതായ സമയത്ത് ജാങ്കോയുടെ വീട്ടിൽ അവൻ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. അവരെവിടെ പോയതാന്ന് അറിയാന്ന് ചോദിച്ചപ്പോൾ ഇല്ല അറിയില്ല എന്ന് പറയാണ്. അതായത് കുട്ടികളെ കാണാതായ ദിവസം ജാങ്കോയുടെ വീട്ടിൽ അവന്റെ അച്ഛനായിട്ടുള്ള പൊയോങ്ങും അതുപോലെ തന്നെ അവന്റെ അമ്മയും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ വീണ്ടും ഓരോ സംശയങ്ങൾ ജുവാന്റെ ഉള്ളിൽ കയറാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയെങ്കിലും പൊയോങ്ങിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇയാളോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കണമെന്ന് ജുവാന് തീരുമാനിക്കുകയാണ്. സോ ഈ ഒരു കാര്യം അവന്റെ ചീഫിനോടും പറയുന്നുണ്ട്. ആദ്യമൊന്നും ചീഫ് ഈ ഒരു കാര്യം സമ്മതിച്ചില്ല. എന്ന് ജുവാൻ തന്നെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയാണ്. അങ്ങനെ ഈ പൊയോങ്ങിനെ ഇവർ വിളിച്ചു വരുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടെ പ്രൊഫസറും ഉണ്ട്. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു മനുഷ്യന് അവിടെ വെച്ച് ഭ്രാന്തളകുകയാണ് കേട്ടോ. ഒന്നും നോക്കിയില്ല, പ്രൊഫസറുടെ മുഖത്ത് നോക്കി ഒരേറ്റ അടിയും കൊടുത്തിട്ട് എന്റെ മകനെ കാണാതായിട്ട് ഇഞ്ചിഞ്ചായിട്ട് ആ ഒരു വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാ ഞങ്ങളുടെ മകനെ കൊന്നത് ഞങ്ങൾ തന്നെയാണ്. ഇതെങ്ങനെയാണ് ഞങ്ങളൊക്കെ സഹിക്കുക? നീക്കൊരു മനുഷ്യനാണോ? ഇതും പറഞ്ഞ് വളരെ സങ്കടത്തിലാണ് ഇപ്പൊ പൊയോങ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്നാൽ ഇതൊക്കെ അയാളുടെ വെറും അഭിനയമായിട്ട് ഈ പ്രൊഫസർക്കും ജുവാനും തോന്നുകയാണ്. എങ്ങനെയെങ്കിലും ഈ പൊയോങ്ങിന്റെ വീട് പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ ഹയർ ഒഫീഷ്യലിനോട് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പെർമിഷൻ മേടിച്ചെടുക്കണം. അതായത് ആ ഒരു കാര്യം മുഴുവൻ ഇപ്പൊ ജുവാൻ ചെയ്യാണ്. എന്തുകൊണ്ട് പൊയോങ്ങിന്റെ വീട് പരിശോധിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പൊയോങ്ങിന്റെ വീട് ലീഗലായിട്ട് തന്നെ ഇവർക്ക് പോയിട്ട് പരിശോധിക്കാം. പക്ഷെ ആ നാട്ടിലെ ഈ ഒരു കേസെല്ലാം അന്വേഷിച്ച ആ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, ഇയാൾക്ക് യാതൊരു താല്പര്യമില്ല പൊയോങ്ങിന്റെ വീട്ടിൽ പോയിട്ട് ആ ഒരു സെർച്ചിങ് നടത്താനായിട്ട്. എന്തായാലും ഇപ്പൊ പ്രൊഫസറും ജുവാനും അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. കുറെ പോലീസുകാരും നാട്ടുകാരും എല്ലാവരും അവിടെ കൂടിയിരിക്കുകയാണ്. അപ്പൊ പ്രൊഫസറോട് ഈ പോലീസുകാരും പറയുകയാണ്, ഇവിടെ എന്ത് നടന്നാലും അതിന്റെ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, നിങ്ങൾ തന്നെ മുഴുവൻ ഏറ്റെടുത്തോളം എന്ന് പറയണം. പ്രൊഫസർ നോക്കിക്കോളാം എന്ന രീതിയിൽ തലയാട്ടുന്നുണ്ടെങ്കിലും അയാളുടെ ഉള്ളിലും ചെറിയൊരു പേടിയുണ്ട്. മാത്രമല്ല പ്രൊഫസർക്ക് സംശയം എവിടെയാണ് ആ ഒരു ബാത്റൂം അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ പുതുതായിട്ട് സിമെന്റ് ഇട്ട ഈ 2 ഭാഗങ്ങളാണ്. അങ്ങനെ ബാത്റൂമിലേക്ക് ഒരു ടീം പോയിട്ട് അവിടെ സെർച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വീടിന്റെ ഒരു ഭാഗത്തായിട്ട് പുതുതായിട്ട് സിമെന്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നില്ല. അതൊരു റൂമിന്റെ ഭാഗത്താണ്. ആ റൂം തന്നെ ഇപ്പൊ പൊളിക്കാൻ തുടങ്ങുകയാണ്. ഇത്രയും വലിയ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്ന സമയത്ത് ജാങ്കോയുടെ അച്ഛനായിട്ടുള്ള പൊയോങ്ങും അതുപോലെ തന്നെ ഭാര്യയും ഒന്നും മിണ്ടാതെ വീടിന്റെ ഒരു മൂലക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരെന്ത് പറയാനാ, എന്ത് ചെയ്യാനാ? എന്തായാലും ആ റൂമും അതുപോലെ തന്നെ ബാത്റൂമും രണ്ടും കുറെ നേരം പരിശോധിച്ചെങ്കിലും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. പ്രൊഫസറും അതുപോലെ തന്നെ ജുവാനും ആ ഒരു നിരാശയിലാണ്. എന്നാൽ ബാത്റൂമിന്റെ ആ ഒരു ഡ്രെയിനേജിൽ വെച്ച് ഇപ്പൊ ഒരു ഷൂ കിട്ടുകയാണ്. സോ അത് കിട്ടിയ പാട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആകാംക്ഷ ആവുകയാണ്. ഇത് ആരുടേതാണ്, ഇതെങ്ങനെയാ അവിടെ വന്നത്? വേഗം ആ ഒരു ഷൂ കൊണ്ടുവരികയാണ്. കുറച്ചു നേരത്തേക്ക് ഈ ചാനലുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ആകാംക്ഷയുടെ ആ ഒരു മുൾമുനയിൽ നിൽക്കുകയാണ്. വേഗം തന്നെ ആ ഷൂസ് കൊണ്ടുവന്നിട്ട് അത് കഴുകുന്നുണ്ട്. കഴുകി നോക്കുമ്പോൾ ലേറ്റസ്റ്റ് അത് ആണുങ്ങൾ ഉപയോഗിക്കുന്നതല്ല, പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ചെറിയ ഷൂ ആണ്. അതായത് കാണാതായിരിക്കുന്നത് ആൺകുട്ടികളാണ്, ഇത് പെൺകുട്ടിയുടെ ഷൂ ആണ്. അപ്പൊ ഇത് കിട്ടിയോണ്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ഇച്ചിരി നേരം കൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഹൈ ആയി നിൽക്കുകയാണ്. എല്ലാം പഴയതുപോലെ തന്നെ ആവുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പ്രൊഫസർക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതേ സമയത്ത് തന്നെ അതിലൂടെ ഈ പൊയോങ്ങിന്റെ അമ്മ അതായത് ആ ഒരു മുത്തശ്ശി അങ്ങനെ പോകുന്നുണ്ട്. വേഗം തന്നെ പ്രൊഫസർ എന്നിട്ട് മുത്തശ്ശി ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്നോട് അന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ അത് ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരോടും പറയണം. എന്റെ മാനവും അഭിമാനവും
എല്ലാം നിങ്ങളുടെ കയ്യിലാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുന്നു പറയണം. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശി അന്ന് ആ ഒരു വീട്ടിൽ വെച്ച് കാണിച്ച ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, 2 വിരല് അതുപോലെ തന്നെ ഒരു വിരൽ കണ്ടു അതിങ്ങനെ വെട്ടുന്നത് പോലെ, ഇത് കാണിച്ച് മുത്തശ്ശി നേരെ ഈ പ്രൊഫസറിനെ തൊട്ട് കാണിക്കുകയാണ്. പ്രൊഫസർ ആകെ ഞെട്ടിപ്പോയി. ഇതെന്താ ഇവിടെ നടക്കുന്നത്, മുത്തശ്ശി എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഈ സമയത്താണ് പ്രൊഫസർ അറിയാത്ത, പ്രൊഫസർക്ക് പറ്റിയ ആ ഒരു അബദ്ധം പ്രൊഫസർ മനസ്സിലാക്കുന്നത്. എന്താണെന്നറിയോ, ഈ മുത്തശ്ശിക്ക് ഒരു ഇച്ചിരി ലൂസാണ്. കുട്ടികളെ കാണാതാവുന്നതിന് മുന്നേ തന്നെ ഈ മുത്തശ്ശി എല്ലാവരും കാണുമ്പോഴും ഈ ഒരു ആക്ഷൻ കാണിച്ച് അങ്ങനെ നടക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ മണ്ടനായത് പ്രൊഫസറാണ്. മുത്തശ്ശി ഇങ്ങനെ കാണിച്ച സമയത്ത് കാര്യമായിട്ട് അവരെന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നൊക്കെയാണ് പ്രൊഫസർ വിചാരിച്ചത്. പക്ഷെ സംഗതി നല്ല രീതിയിൽ പാളിയെന്ന് പറയാലോ. നാട്ടുകാർക്കൊക്കെ ഹാലിളകാണ്. എല്ലാത്തിനും കിട്ടി നല്ല നെരിവട്ടം. എന്ത് വന്നാലും അത് പ്രൊഫസർ തന്നെ നോക്കിക്കോണെന്ന് ഇപ്പൊ പോലീസുകാരൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ അടി കിട്ടിയപ്പോ എല്ലാവർക്കും കൂടെ ഒരുമിച്ചാ കിട്ടിയത്. ആ രാത്രിയിൽ തന്നെ പൊയ്യോങ്ങിനെ കാണിക്കുകയാണ്. ഇയാൾ ആ ഒരു വീട്ടിന് പുറത്തിരുന്നുകൊണ്ട് ഭയങ്കര വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ അടുത്തേക്ക് വന്നിട്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്, ഒരുപാട് വിഷമിക്കേണ്ട, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പൊ പൊയ്യോങ് പറയാണ്, ഞാൻ അതിനൊന്നും അല്ല കരയുന്നത്, നാട്ടുകാർ മുഴുവനായിട്ടും ഇന്ന് പകല് വന്ന് ഇവിടെ കൂടി നിന്നല്ലോ, എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും നമ്മുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാവരും വന്നത് എന്തിനാണ്, നമ്മുടെ മകന്റെ ഡെഡ് ബോഡി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ മകൻ ജാങ്കോ മരിച്ചുവെന്ന്. സോ ഇതും പറഞ്ഞ് ആ ഒരു മനുഷ്യൻ പൊട്ടിക്കരയാണ്. ഒരച്ഛന്റെയും അമ്മയുടെ ആ ഒരു ഫീലിംഗ് അത് അച്ഛനായാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാതെ ഒന്നും പൂർണ്ണമായിട്ടും ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ ഹീറോ ജുവാനെ നോക്കുകയാണെങ്കിൽ നേരെ അവന്റെ രാജിക്കത്തുമായിട്ട് ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഇന്ന് നടന്ന ആ ഒരു സംഭവത്തിന് മുഴുവൻ ഉത്തരവാദിത്വം അത് മുഴുവനായിട്ട് തന്നെ അവൻ ഏറ്റെടുക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ഈ ഒരു സെർച്ചിങ്ങിനുള്ള പെർമിഷൻ തന്നെ മേടിച്ചത്. എന്തായാലും സംഗതി നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് അവൻ ആ ഒരു ജോലി അത് രാജിവെക്കുകയാണ്. പിന്നീട് നേരെ അവന്റെ കുടുംബത്തിന്റെ അരികിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. കുറച്ച് മാസങ്ങൾ കഴിയുന്നുണ്ട്. അവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ഇപ്പോൾ അതൊരു പെൺകുഞ്ഞായിരുന്നു. ജുവാൻ ഇപ്പോൾ ഒരു അച്ഛനായിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ച സമയത്ത് അവനത് ഫീൽ ആവുകയാണ്. അത് വേറെ തന്നെ, അത് വല്ലാത്തൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു സമയത്ത് അവന്റെ ആ ഒരു തെറ്റ് അവന് മനസ്സിലായി. ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. എന്താണ് ഒരു അച്ഛൻ, അച്ഛന്റെ ഫീലിംഗ് എന്താണ് അത് അവന് മനസ്സിലായി. ശരിക്കും കുറ്റബോധം കൊണ്ട് തന്നെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയും വരുന്നുണ്ട്. അതായത് പൊയോങ്ങിന്റെ വീട്ടിൽ ചെന്നിട്ട് അതൊരു അച്ഛനാണ്, കാണാതായ ആ കുട്ടിയുടെ അച്ഛനാണ്, ആ കുട്ടിക്ക് ഒരു അമ്മയുണ്ട്. ആ രണ്ടുപേരുടെയും ഫീലിംഗ് മനസ്സിലാക്കാതെ അന്ന് അവരവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. മോശമാണ്, വളരെ മോശമാണ്. എന്തായാലും ആ ഒരു തെറ്റിപ്പോ ജുവാൻ മനസ്സിലാക്കുകയാണ്. പിന്നീട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഇപ്പൊ 2002 ആയിട്ടുണ്ട്. അതായത് കുട്ടികളെ കാണാതായിട്ട് ഇപ്പൊ ഏകദേശം 11 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നാട്ടുകാരും പോലീസുകാരും മീഡിയ ഇവരൊക്കെ ആ ഒരു കേസ് ഏകദേശം മറന്നു കഴിഞ്ഞു. ആരും ആ ഒരു കാര്യത്തിൽ വല്ലാതെ അങ്ങോട്ട് ഇൻവോൾവ് ആവുന്നൊന്നുമില്ല. എന്നാൽ ഈ 2002 വല്ലാത്തൊരു മഴയും അതുപോലെ തന്നെ ഒരു കൊടും കാറ്റും വരുന്നുണ്ട്. ചെറിയ ചെറിയ അപകടങ്ങൾ അവിടെ ഇവിടെയായിട്ട് സംഭവിച്ചെങ്കിലും വലിയതായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു മഴയും കാറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാട്ടിലേക്ക് ട്രെക്കിങ്ങിനായിട്ട് ഒരു 2-3 പേര് പോകുന്നുണ്ട്. അങ്ങനെ അവർ കാട്ടിലേക്ക് പോയ സമയത്ത് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം കാണുകയാണ്. അതായത് മണ്ണിനടിയിൽ ഒരു തലയോട്ടി. ആ തലയോട്ടിയുടെ ചെറിയൊരു ഭാഗം ഇവർ കാണുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസുകാർ ഈ ഒരു വിവരം അറിയിക്കുന്നുണ്ട്. അധികം വൈകാതെ പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. കൂടെ തന്നെ ഫോറൻസിക് ടീമും ഉണ്ട്. അപ്പൊ എല്ലാവരും വന്നിട്ട് ആ ഒരു ബോഡി പതിയെ എടുക്കാൻ തുടങ്ങുകയാണ്. തലയോട്ടി മാത്രമല്ല അതിന്റെ ബാക്കിയുള്ള അസ്ഥികൂടങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞ് അങ്ങോട്ടേക്ക് ജുവാനും വരുന്നുണ്ട്. കാരണം ഈ ഒരു കേസിന്റെ പിന്നാലെ അവനും കുറെ നടന്നതാണല്ലോ. സത്യം എന്താണെന്ന് അറിയാനായിട്ട് അവനും ആഗ്രഹമുണ്ട്. സോ ജുവാനും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അധികം വൈകാതെ 5 പിള്ളേരുടെയും ആ ഒരു അസ്ഥികൂടങ്ങൾ ഇവർ തോണ്ടിയെടുത്തിട്ടുണ്ട്. എന്നാൽ അന്ന് കേസ് അന്വേഷിച്ച പോലീസുകാരനല്ല ഇപ്പൊ നിലവിലുള്ളത്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. അന്ന് പോലീസുകാർ മുഴുവനായിട്ടും ഈ ഏരിയ ഒക്കെ അരിച്ചു പെറുക്കിയതാണ്. അന്ന് കിട്ടാത്ത ഡെഡ് ബോഡി ഇന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് അതൊരു നാണക്കേടല്ലേ. അതുകൊണ്ട് തന്നെ പത്രക്കാരും ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചാൽ മറുപടി പറയാനായിട്ട് ഇയാൾ ഒരു ഉത്തരം കണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ കണ്ടുപിടിച്ച 5 അസ്ഥികൂടങ്ങളും അത് ഈ കാണാതായ 5 കുട്ടികളുടേതാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് കുട്ടികളിട്ട ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ അതും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ മാതാപിതാക്കൾ അത് ഐഡന്റിഫൈ ചെയ്യണം. എല്ലാവരും പൊട്ടിക്കരയാണ്. കാരണം 5 കുട്ടികൾ മരിച്ചു എന്ന് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. പിന്നീട് പത്രക്കാരൊക്കെ വന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പോലീസുകാരനുണ്ടല്ലോ ഇയാൾ നേരത്തെ ഒരു മറുപടി കണ്ടുവച്ചായിരുന്നു. അതിപ്പോ പറയാണ്. അതായത് 5 കുട്ടികളും കളിക്കാൻ വന്ന സമയത്ത് എന്തോ ഒരു അപകടത്തിൽപ്പെട്ട് ഒരു കുഴിയിലേക്ക് വീണിട്ടുണ്ട്. അങ്ങനെയാണ് അവർ മരണപ്പെട്ടു പോയത്. പിന്നെ ഈയിടെ നടന്ന ആ ഒരു ശക്തമായ മഴ അതുപോലെ തന്നെ കൊടുങ്കാറ്റ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ മേൽമണ്ണ് നീങ്ങിപ്പോയപ്പോ അടിയിലുണ്ടായിരുന്ന അസ്ഥികൂടങ്ങൾ പുറത്തേക്ക് വന്നതാണ്. അതായത് പോലീസുകാരുടെ ഭാഗം ക്ലിയർ ആക്കുകയാണ്. ഒരുപാട് ആഴത്തിലേക്ക് കുട്ടികളുടെ ബോഡി പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാതായത് എന്ന് ഇപ്പൊ ഈ പോലീസുകാർ പത്രക്കാരോട് പറയാണ്. എന്നാൽ ഇത് കേട്ടോണ്ടിരുന്ന ഈ കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടല്ലോ അവർ ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ്. നിങ്ങൾ എന്തേ ഈ പറയുന്നത്? ഞങ്ങളുടെ കുട്ടികൾ സ്ഥിരമായിട്ട് കളിക്കാൻ വരാറുള്ള സ്ഥലമാണിത്. അവരറിയാതെ ഇവിടെ ഒരു കുഴിയോ? ഒരിക്കലും അത് സംഭവിക്കില്ല. ഇതൊരു അപകടമൊന്നുമല്ല. 5 പിള്ളേരെയും ആരോ കൊന്നതാണ്. നാട്ടുകാരാകെ വയലന്റ് ആവുന്നുണ്ട്. അതിനിടയിൽ ഈ ഫാമിലിയിൽപ്പെട്ട ഒരാള് നമ്മുടെ ജുവാനെയും കാണുകയാണ്. ഓഹോ നീയും വന്നിട്ടുണ്ടല്ലേ, മതിയായില്ലടാ ഞങ്ങളുടെയൊക്കെ ചോര കുടിച്ചിട്ട്, നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കി മതിയായില്ലേ? നിനക്കൊരു കാര്യം അറിയോ, അന്ന് ജാങ്കോയുടെ അച്ഛൻ പോങ്കോയുടെ വീട്ടിലേക്ക് സംശയം തോന്നിട്ട് നിങ്ങൾ എല്ലാവരും വന്നില്ലേ? ആ മനുഷ്യൻ പിന്നീട് ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. നീറി ആ ഒരു മനുഷ്യൻ അധികം വൈകാതെ മരിച്ചുപോയി. ജാങ്കോയുടെ അമ്മ ആ ഒരു സ്ത്രീ ഇപ്പൊ ഒറ്റയ്ക്കാണ്. മതിയായില്ല നിങ്ങൾക്ക്? ഇനിയും വാർത്ത ഉണ്ടാക്കാനായിട്ട് കാശുണ്ടാക്ക്, ഒരുപാട് കാശുണ്ടാക്ക്, ഞങ്ങളുടെ ചോര ഊറ്റി കുടിക്കും നിങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് ജുവാന് ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ അവൻ
അവൻ അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറ്റബോധമുണ്ട് മനസ്സിൽ. എന്തായാലും നാണം കെട്ട ജുവാന് തലയും താഴ്ത്തി താഴേക്ക് വരുന്നുണ്ട്. അതേ സമയത്തിന് ആ ഒരു പ്രൊഫസർ അങ്ങോട്ടേക്ക് വരികയാണ്. പ്രൊഫസർ ഇപ്പോൾ ജുവാന്റെ അടുത്ത് വീണ്ടും പറയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ആ 5 പിള്ളേരെയും കൊന്നത് പൊയോങ് തന്നെയാണ്. അയാളുടെ വീട്ടിൽ വെച്ച് 5 പേരെയും കൊന്ന് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്. ഇപ്പോഴും പ്രൊഫസർ പൊയോങ് തന്നെയാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ജുവാന് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്നും നോക്കിയില്ല, ഒരൊറ്റ അടി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും മതിയായിട്ടില്ല ആ ഒരു കുടുംബത്തിനെ ദ്രോഹിച്ചിട്ട്. എടാ, ആ മനുഷ്യൻ മരിച്ചുപോയി. വേദനിച്ച് ആ മനുഷ്യൻ മരിച്ചത് മതി. നിർത്ത് നിന്റെ കുറ്റാന്വേഷണങ്ങൾ, നിന്റെ ഓവറായിട്ടുള്ള ഓരോ തോന്നലുകൾ. ശരിയാണ്, ഒരു കേസാകുമ്പോൾ പല രീതിയിലും നമ്മൾ സംശയിക്കണം. എന്നാൽ നിന്റെ സംശയങ്ങൾ അത് കുറച്ച് ഓവറാണ്. വളരെ റോങ് ആയിട്ടുള്ള രീതിയിലാണ് പ്രൊഫസറെ നിങ്ങൾ കാര്യങ്ങളെ നോക്കി കാണുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ കാര്യങ്ങൾ വിട്ടോ. വേറൊരു കാര്യം എനിക്ക് പറയാണ്ട്, അതായത് അന്ന് ആ കുട്ടികളെ കാണാതായ സമയത്ത് പൊയോങ് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തെ കണ്ടവരുണ്ട്. അതുപോലെ തന്നെ പൊയോങ്ങിന്റെ ഭാര്യയാണെങ്കിൽ രാവിലെ മുതലേ നാട് മുഴുവനായിട്ടും കുട്ടികളെ തേടി നടക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടവരുണ്ട്. അതുകൊണ്ട് ഇനി മേലാല് അവരുടെ പേരും പറഞ്ഞ് നീ വരാൻ നിൽക്കരുത്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ ജുവാൻ നേരെ പോകുന്നത് ആ ഒരു ഫോറൻസിക് ഡോക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനാണ്. ഈ ഡോക്ടർക്ക് നേരത്തെ തന്നെ ജുവാൻ അറിയായിരുന്നു. അതുകൊണ്ട് ഈ ഡോക്ടർ കാര്യങ്ങൾ ജുവാനോട് പറയുന്നുണ്ട്. ജുവാൻ ചോദിക്കുന്ന ഒരു കാര്യം, കുട്ടികളെ ശരിക്കും അവിടെ വെച്ചാണ് കൊന്നത്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് കൊന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടതാണോ എന്ന ഡോക്ടർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും അതിന് സാധ്യതയില്ല. അതായത് മറ്റെവിടെയെങ്കിലും വെച്ച് കുട്ടികളെ കൊന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ സ്പൈനൽ കോഡിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിലവിൽ 5 കുട്ടികളുടെ സ്പൈനൽ കോഡിനും കുഴപ്പമൊന്നുമില്ല. അതായത് അവരെ കൊന്നിരിക്കുന്നത് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ്. അവിടെ വെച്ച് തന്നെ ഇവരുടെ തലയിൽ എന്തോ ഒരു തരം ആയുധം വെച്ച് അടിച്ചു കൊന്നതാണ്. പിന്നീട് അവരുടെ കഴുത്തിൽ ഒരു പ്രത്യേക രീതിയിൽ തുണി കെട്ടിയിട്ട് അവരെ വലിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കുഴി കുത്തി മൂടിയിരിക്കുകയാണ്. മാത്രമല്ല അന്ന് ആ ഒരു കില്ലർ ഈ കുട്ടികളുടെ കഴുത്തിൽ കെട്ടാൻ ഉപയോഗിച്ച ആ ഒരു കെട്ടിന്റെ പാറ്റേൺ ഉണ്ടല്ലോ, അതിലൊരെണ്ണം ഇപ്പോഴും അഴിഞ്ഞിട്ടില്ല. ആ ഒരു കെട്ടിനൊരു പേരുണ്ട്. അതെങ്ങനെയാണെന്നും ഇപ്പോൾ ഈ ഡോക്ടർ ജുവാന് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു കുട്ടിയുടെ കഴുത്തിൽ ആ ഒരു കെട്ട് അഴിയാതെ കിടന്നത് കൊണ്ടാണ് ഡോക്ടർക്ക് ആ ഒരു കെട്ടിന്റെ ആ ഒരു ഐഡിയ മനസ്സിലായത്. പല ആൾക്കാർക്കും കെട്ടുന്നതിന് പല ടെക്നിക്ക് ആയിരിക്കുമല്ലോ, പക്ഷേ ഈ ഒരു കില്ലർ ഉപയോഗിച്ചത് ഈ ഒരു ടെക്നിക്കാണ്. മാത്രമല്ല പിള്ളേരെ കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഷാർപ്പായിട്ടുള്ള ഒരു ആയുധവും അതുപോലെ തന്നെ കുറച്ചുകൂടെ കനുള്ള മറ്റെന്തോ ഒരു ആയുധമാണ്. ആദ്യം പലതവണ കുട്ടികളുടെ തലയിലേക്ക് ഷാർപ്പായിട്ടുള്ള ആ ഒരു സാധനം വെച്ച് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കുട്ടികളുടെയും തലയോട്ടിയിൽ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല കുട്ടികളെ അടിച്ചിരിക്കുന്നത്, ശക്തമായിട്ടുള്ള മറ്റെന്തോ ഒരു ആയുധം വെച്ചാണ് അവസാനം അടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ മരണപ്പെടുന്നത്. അതെന്ത് ആയുധമാണെന്ന് എനിക്കറിയില്ല. അതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആക്ച്വലി കുട്ടികളെ കൊന്നിരിക്കുന്നത് അതൊരു സൈക്കോപാത്ത് ആണെന്ന് ഏകദേശം ഈ ഒരു കാര്യത്തിലൂടെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ജുവാന്റെ ഉള്ളിൽ വീണ്ടും ആ ഒരു ചോദ്യം വരികയാണ്, ആരായിരിക്കും ഈ 5 കുട്ടികളെ കൊന്നിട്ടുണ്ടാവുക? സോ ജുവാൻ ഈ ഒരു കാര്യം അവന്റെ ആദ്യത്തെ ആ ഒരു ചീഫ് ഉണ്ടല്ലോ, അതായത് ഈ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്ന സമയത്ത് ഇവിടുത്തെ ഓഫീസിൽ ഒരു ചീഫ് ഉണ്ടായിരുന്നല്ലോ, അവൻ എപ്പോഴും കാര്യങ്ങൾ ചോദിക്കാൻ പോകാറുണ്ടായിരുന്ന അവന്റെ ആ ഒരു ചീഫ്, അയാളോട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇയാൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും ഈ നാട്ടിൽ ഒരാളായിരിക്കില്ല ഈ 5 പിള്ളേരെയും കൊന്നിട്ടുണ്ടാവുക. മിക്കവാറും അത് പുറത്തുനിന്നുള്ള മറ്റാരുമാണ്. അന്ന് ആ ഒരു സംഭവം നടന്ന സമയത്ത് ഞാൻ തന്നെ ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടുകാരിൽ പലരും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിള്ളേര് കളിക്കാനായിട്ട് കാട്ടിൽ പോകുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ, ഇത്രയും ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പിള്ളേരുടെ കയ്യിൽ എങ്ങനെയാണ് കാശ് കൊടുത്തായിരുന്നു എന്ന് ഈ 5 പിള്ളേരുടെ മാതാപിതാക്കളോട് ഞാൻ ചോദിച്ച സമയത്ത് അവരാരും കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. സോ കുറച്ച് നാളായിട്ട് കുട്ടികൾക്ക് ആരും ഒരാൾ പൈസ കൊടുക്കുന്നുണ്ട്. ആ കാശ് കൊണ്ടാണ് കുട്ടികൾ ആ ഒരു ഫുഡ് മേടിച്ചതും. അപ്പൊ അയാൾ പറഞ്ഞിട്ടാണ് കാട്ടിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പൊ കുട്ടികൾക്ക് കാശ് കൊടുത്ത് ഫുഡ് മേടിച്ചു കൊടുത്ത ആളുണ്ടല്ലോ, അയാൾ തന്നെയായിരിക്കണം ചിലപ്പോൾ കുട്ടികളെ കൊന്നിട്ടുണ്ടാവുക. മാത്രമല്ല പുറത്തു നിന്നും ഒരാൾ സ്ഥിരമായിട്ട് ഈ നാട്ടിലേക്ക് മീൻ പിടിക്കാൻ വരാറുണ്ട് എന്നും ചില ആൾക്കാർ പറയുന്നുണ്ട്. പലർക്കും മീൻ പിടിക്കാൻ വരുന്ന ആ ആളെയും സംശയമുണ്ട്. അതുപോലെ ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ഒരു പരിസരം മുഴുവനായിട്ട് ഞാൻ രാത്രി ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ജാങ്കോ ഉണ്ടല്ലോ, അവന്റെ വീട്ടിന് മുന്നിലായിട്ട് ഞാനൊരു കാറ് കണ്ടു. അപ്പൊ ചുമ്മാ ആരാണ് ആ ഒരു കാറിൽ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ആ ഒരു കാറാണെങ്കിൽ വേഗത്തിൽ ഒരൊറ്റ പോക്കാണ്. അതിനുള്ളിൽ ആരാണ് ഇരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ആ ഒരു കാറിന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്തായിരുന്നു. പിറ്റേ ദിവസം തന്നെ പോലീസുകാർക്ക് ആ ഒരു നമ്പർ കൊടുത്തു, അയാളെ വിളിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആ ആള് മറ്റാരും ആയിരുന്നില്ല, നാട്ടുകാർ പറഞ്ഞ പുറത്തുനിന്ന് ഒരാളെ ഇങ്ങോട്ടേക്ക് മീൻ പിടിക്കാൻ വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ആളുടെ കാർ തന്നെയായിരുന്നു ഇത്. മീൻ പിടിക്കാൻ വരുന്ന ആളും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരായിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ അയാൾ മീൻ പിടിക്കാൻ വന്നതായിരുന്നു. മീൻ പിടിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയമായി. കാറും കൊണ്ട് വന്ന് അവിടുന്ന് കുറച്ചേരം റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്താണ് ഈ ചീഫ് അങ്ങോട്ടേക്ക് പോയത്. പെട്ടെന്ന് ഇയാളെ കണ്ട് പേടിച്ചപ്പോൾ അയാൾ കാർ എടുത്ത് അവിടുന്ന് പോയിന്നേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു കൊലപാതകവുമായിട്ട് മീൻ പിടിക്കാൻ വരുന്ന ആൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തെളിവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ വരുന്ന ആളുടെ പിന്നാലെ ഞങ്ങൾ പോയതുമില്ല. എന്നാൽ ജുവാൻ എന്തോ ഒരു സംശയം, അയാളുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. മീൻ പിടിക്കാൻ വന്ന ആളെ നല്ല രീതിയിൽ തന്നെ ജുവാന് സംശയമുണ്ട്. അയാളുടെ പിന്നാലെ ഒന്ന് പോയാലോ എന്ന് ജുവാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും ആ ഒരു ഡീറ്റെയിൽ നാളെ തന്നെ ഞാൻ പോലീസുകാരോട് പറഞ്ഞിട്ട് നിനക്ക് എടുത്തു തരാമെന്ന് ചീഫ് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജുവാൻ നേരെ ആ ഒരു സംഭവ സ്ഥലത്തേക്ക്, അതായത് പിള്ളേരുടെ ആ ഒരു ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നല്ലോ, ഡെഡ് ബോഡി ഒന്നുമില്ല, വെറും അസ്ഥികുടങ്ങൾ മാത്രം, അതും വലിയൊരു കുഴി എടുത്തിട്ട് നല്ല ആഴത്തിൽ നിന്നാണ് ഇതെല്ലാം എടുത്തത്. അപ്പൊ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ജുവാൻ ചെന്ന് കിടക്കുകയാണ്. എന്തായിരിക്കും അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക ആ ഒരു കാര്യം ജുവാൻ ഇമാജിൻ ചെയ്യാണ്. അതായത് പിള്ളേർക്ക് കാശെല്ലാം കൊടുത്ത് ഭക്ഷണം മേടിച്ച് ഈ സ്ഥലത്തേക്ക് ആ ഒരു കില്ലർ വരാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ തലക്കടിച്ച് വളരെ ക്രൂരമായിട്ട് തന്നെ കൊന്നിട്ടുണ്ടാവണം. അതിനുശേഷം കുട്ടികൾ മരണപ്പെട്ടപ്പോൾ അവരുടെ കഴുത്തിൽ ഒരു പ്രത്യേക രീതിയിൽ അന്ന് ആ ഒരു ഫോറൻസിക് ഡോക്ടർ പറഞ്ഞതുപോലെ ആ ഒരു കെട്ടി വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് നല്ല ആഴത്തിൽ കുഴിയെടുത്ത് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഇടയായിട്ട് നടന്ന ശക്തമായ ആ ഒരു മഴ, കൊടുങ്കാറ്റ്
ഇതിൽ ഒരുപാട് മേൽമണ്ണ് ഇവിടുന്ന് പോയിട്ടുണ്ട്. അങ്ങനെയായിരിക്കും കുട്ടികളുടെ ബോഡി പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. അതായത് എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ ചുമ്മാ ഒന്ന് അവൻ ഇമാജിൻ ചെയ്തേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അവന്റെ ആ ഒരു ചീഫ് ഉണ്ടല്ലോ, അയാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് അന്ന് മീൻ പിടിക്കാൻ വന്ന ആളുടെ ആ ഒരു ഫോട്ടോ, അതുപോലെ അയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ജുവാന് കൊടുത്തിട്ടുണ്ട്. സോ ആ അഡ്രസ്സിലേക്ക് ജുവാൻ നേരെ ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ചുറ്റും നോക്കി ആരും ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം പതിയെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് ജുവാൻ കയറുന്നുണ്ട്. അതായത് ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് മീൻ പിടിക്കാൻ വന്ന ആളാണ് കേട്ടോ. ഇയാളുടെ അഡ്രസ്സിലേക്കാണ് ജുവാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്തായാലും വാതിൽ തുറന്ന് പതിയെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ആ സമയത്ത് അയാളുടെ ഒരു ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ വീടിന്റെ പല ഭാഗത്തായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ബാഗുകൾ, അവർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റുകൾ, അങ്ങനെ പലതും ജുവാൻ പരിശോധിച്ച സമയത്ത് കിട്ടുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ജുവാനെ അത്ഭുതപ്പെടുത്തിയത്, അതായത് ഞെട്ടിച്ചു കളഞ്ഞത് മറ്റൊരു കാര്യമായിരുന്നു. ഒരു ബണ്ടിൽ പുസ്തകം അവിടെ ഉണ്ടായിരുന്നു. ഒരു ചരട് ഉപയോഗിച്ചുകൊണ്ട് ആ പുസ്തകങ്ങളെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നാൽ ആ ഒരു കെട്ടിന്റെ പാറ്റേൺ അത് കണ്ടാണ് ജുവാൻ ഞെട്ടിപ്പോയത്. അതായത് ആ ഒരു കില്ലറും ഇതേ പാറ്റേണിൽ തന്നെയാണ് കെട്ടുക. അന്ന് ഡോക്ടർ ജുവാനോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഇയാൾ തന്നെയായിരിക്കും ആ ഒരു കില്ലർ. എങ്ങനെയാണോ കയറിയത് അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വണ്ടിയുടെ ഉള്ളിൽ ഇയാൾ വരുന്നതും കാത്ത് ഈ ജുവാൻ അങ്ങനെ ഇരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞു. രാത്രിയായപ്പോൾ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോവാണ്. എന്നാൽ ആ ഒരു കില്ലർ ഇപ്പൊ അയാളുടെ ആ ഒരു റൂമിലേക്ക് വരികയാണ്. വലിയ പ്രായമൊന്നുമില്ല, ഒരു ചെറുപ്പക്കാരനാണ്. വന്ന പാട് തന്നെ ഈ മുറിയിൽ ആരോ ഒരാൾ കയറിയിട്ടുണ്ടെന്ന് കില്ലർക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു കില്ലർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ കാണാത്ത ഒരു കാറ് കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ കിടന്ന് ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സംശയം തോന്നിയത് കൊണ്ട് തന്നെ ഇയാൾ നേരെ കാറിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവന്റെ തന്നെ ഒരു രൂപരേഖ അതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കില്ലർക്ക് മനസ്സിലായി ഈ കാറിൽ കിടന്നുറങ്ങുന്ന ആൾ തന്നെയാണ് ഇയാളുടെ വീട്ടിലേക്ക് കയറിയത്. മാത്രമല്ല ഇവന്റെ രേഖാചിത്രവുമായിട്ട് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇവനെ ടാർഗറ്റ് ചെയ്ത് തന്നെ വന്നതാണ്. എന്ന് ഈ കാര്യം ഒന്നും ജുവാൻ അറിയുന്നില്ല കേട്ടോ. അതായത് ഈ ഒരു കില്ലർ അവനെ നിരീക്ഷിക്കുന്ന ആരും കില്ലർ എന്തായാലും ആ കാറിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ജുവാന്റെ എല്ലാ ഡീറ്റെയിലും കില്ലർ എടുത്തു എന്നാ തോന്നുന്നത്. അറിയില്ല, എന്തായാലും മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് പോയ ഈ ജുവാന്റെ മകളുണ്ടല്ലോ, ഒരു 6-7 വയസ്സുള്ള മകൾ ഇപ്പൊ ഉണ്ട് കേട്ടോ. ആ ഒരു കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയാണ്. ജുവാന്റെ ഭാര്യ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. വേഗം തന്നെ ജുവാനെ വിളിക്കുകയാണ്. മകളെ കാണാനില്ല, എങ്ങോട്ടാ പോയതെന്ന് അറിയുന്നില്ല. അങ്ങനെ ജുവാൻ വേഗം തിരക്ക് പിടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജുവാന്റെ ഭാര്യയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അവിടെ മുഴുവൻ തപ്പി നടക്കുമ്പോൾ ഒരാൾ തന്നെ ജീപ്പിൽ ഇവരുടെ മകളെ കൊണ്ടുവന്നാക്കുകയാണ്. ആ വണ്ടിയിൽ നിന്ന് ഭയങ്കര കൂളായിട്ട് തന്നെ ജുവാന്റെ മകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കരഞ്ഞോണ്ട് ജുവാന്റെ ഭാര്യ മകളുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാമേ, സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ ഒന്ന് വീണു, അപ്പൊ കാലൊന്നും പൊട്ടി മുറിയായി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു അങ്കിളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആ അങ്കിൾ തന്നെയാണ് മരുന്നെല്ലാം തേച്ച് തന്ന് ഈ മുറിവ് കെട്ടി തന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജുവാനും എത്തുകയാണ്. ഈ നടന്ന കാര്യങ്ങളൊക്കെ ജുവാനോടും പറയുന്നുണ്ട്. ജുവാൻ പെട്ടെന്ന് തന്നെ ആ ഒരു മരുന്ന് വെച്ച് കെട്ടി കൊടുത്തു എന്ന് പറയുന്നില്ലേ, അവിടെ നോക്കുകയാണ്. എന്നാൽ ആ കെട്ടിയ കെട്ട് കണ്ട് ജുവാൻ ഞെട്ടിപ്പോവാണ്. അതായത് ആ ഒരു കില്ലർ കെട്ടുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതേ രീതിയിൽ തന്നെയാണ് ഈ കെട്ട് വെച്ചിരിക്കുന്നത്. അതോടുകൂടിയിട്ട് ജുവാൻ ഒരു കാര്യം കൺഫേം ചെയ്തു. ഇന്നലെ ജുവാൻ അങ്ങോട്ടേക്ക് പോയ കാര്യം കില്ലർ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ജുവാന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജുവാന് കില്ലർ പണി കൊടുത്തതാണ്, ഒരു വാണിംഗ് പോലെ. സോ ഇതുകൂടെ ആയപ്പോൾ ജുവാൻ കൺഫേം ചെയ്യാണ് കില്ലർ അവൻ തന്നെയാണ്. സോ അവൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതൊരു അറവുശാലയായിരുന്നു കേട്ടോ. ഒരുപാട് മൃഗങ്ങളെ അറുത്ത് അതിന്റെ ഇറച്ചിയെല്ലാം പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ അറവുശാല. അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ഒരു കില്ലർ, അതായത് അവന്റെ പേര് വെച്ച് അന്വേഷിച്ച സമയത്ത് ഈ അറവുശാലയിലെ മൃഗങ്ങളെ കൊല്ലുന്ന, അതായത് അറക്കുന്ന ആളാണ് ആ പയ്യൻ. എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് ഇവനെ, അതായത് ആ ഒരു കില്ലറെ ജുവാന് നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ അറവുശാലയിൽ അവൻ മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് വെപ്പൺസ് ഉണ്ട്. അതെല്ലാം കണ്ട സമയത്ത് ജുവാന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതായത് ഡോക്ടർ അന്ന് പറഞ്ഞായിരുന്നു കുട്ടികളുടെ തലയോട്ടിയിൽ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടായിരുന്നു. അതേ ഹോള് തന്നെ അവിടെ ഉണ്ടായിരുന്ന ടേബിളിലും കാണുന്നുണ്ട്. അതായത് അവൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ആയുധമുണ്ട്, ചുറ്റിക പോലെ. പക്ഷേ അതിന്റെ അഗ്രഭാഗം കൂർത്തിട്ടാണ്. അത് വെച്ചടിക്കുമ്പോഴാണ് ഷാർപ്പായിട്ടുള്ള ഒരു ഹോള് ഈ ടേബിൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആ ഒരു കുട്ടികളുടെ മണ്ടയിൽ ഉണ്ടായിരുന്നതും ഇതുപോലെ തന്നെയുള്ള ഹോളുകളാണ്. വേറെയും മൃഗങ്ങളെ കൊല്ലാൻ ആവശ്യമായിട്ടുള്ള വെപ്പൺസ് അവിടെ ഉണ്ട്. ഇതെല്ലാം അവൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. 100 അല്ല 110% ഇവൻ തന്നെയാണ് കില്ലർ എന്ന് ഇപ്പൊ ജുവാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. രാത്രിയായപ്പോൾ അവന്റെ അടുത്തേക്ക് നേരിട്ട് ജുവാൻ ചെല്ലുന്നുണ്ട്. ജുവാൻ ചെന്ന പാട് തന്നെ അവിടെ ഒരു മാടുണ്ടായിരുന്നു. ആ മാടിന്റെ തലയിലേക്ക് ചെറിയൊരു ആണി പോലെ ഒരു സാധനം വെച്ച് ജുവാൻ നോക്കി നിൽക്കുക അതിന്റെ തലയിലേക്ക് അത് അടിച്ചു കയറ്റുകയാണ്. നീ എന്നെ കണ്ടുപിടിച്ചാലും എനിക്കൊരു പൊല്ലുമില്ല എന്ന ഭാവത്തിൽ ആ ഒരു കില്ലർ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ജുവാൻ വന്നിട്ട് നീയല്ലടാ ആ കുട്ടികളെ കൊന്നേ ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന് ഈ ഒരു കില്ലർ അവനിട്ട് പഞ്ഞിക്കിടുകയാണ്. പരമാവധി തിരിച്ചടിക്കാൻ ജുവാൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ആരോഗ്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അവസാനം ജുവാന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ട് പറയാണ്, ആ ഒരു കുട്ടികളെ കൊന്നത് ഞാനാണെന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഇതിനു മുന്നേ പോലീസുകാരായിരുന്നു. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് ഇത് വന്ന് ചോദിക്കുന്നത്? ഞാനല്ല അത് ചെയ്തതെന്ന് പല തവണ ഞാൻ പറഞ്ഞതാണ്. എന്നാൽ അവന്റെ കയ്യിൽ കിടന്ന് പെടയുന്ന സമയത്തും ജുവാൻ പറയുന്നത് ഒരു തെളിവില്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് നീ തന്നെയാണ് ആ ഒരു കില്ലർ. എന്തായാലും അവിടെ വെച്ച് സീൻ കെട്ടാവുന്നുണ്ട്. ജുവാൻ എന്തായാലും ആ ഒരു കില്ലർ കൊന്നിട്ടൊന്നുമില്ല. പക്ഷെ അവൻ പറഞ്ഞതുപോലെ തന്നെ തെളിവില്ലാത്തത് കൊണ്ട് ഇവൻ തന്നെയാണോ ആ ഒരു കില്ലർ എന്ന് കൺഫേം ചെയ്യാനും പറ്റില്ല. ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പോ 2002 നവംബർ 12. അന്ന് ആ ഒരു കുട്ടികളുടെ അസ്ഥികൂടം മുഴുവനായിട്ട് കിട്ടിയായിരുന്നല്ലോ, അത് മുഴുവനായിട്ടും ഒരു സ്ഥലത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. പാരന്റ്സിന് ഇപ്പൊ അത് വന്ന് കാണാം. ഓരോരുത്തരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മക്കളുടെ ആ ഒരു എന്താ പറയാ ഡെഡ് ബോഡി അല്ല, ജഡയല്ല, വെറും ആ ഒരു അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. ഇത് നോക്കി കരയാൻ മാത്രമേ ആ 5 പാരന്റ്സിനും കഴിയുന്നുള്ളൂ. മാത്രമല്ല പത്രക്കാരെല്ലാം വന്ന് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും ഡെഡ് ബോഡി കിട്ടിയതോട് കൂടിയിട്ട് ഇവരുടെ ആരുടെയും മക്കൾ ഇനി തിരിച്ചു പോരാൻ പോകുന്നില്ല. ആ ഒരു കാര്യം അല്ലെങ്കിൽ
അല്ലെങ്കിൽ ആ ഒരു സത്യം അവർ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല ആ ഒരു ഗ്യാപ്പിൽ ജുവാന് പൊയോങ്ങിന്റെ ഭാര്യയോട് ഒന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അതായത് കാണാതായ ജാങ്കോയുടെ അമ്മയോട്. ഇപ്പൊ ആ ഒരു സ്ത്രീ പറയാണ്, കുറെ നാളുകൾക്ക് മുന്നേ നിങ്ങൾ എന്നെ സംശയിച്ചായിരുന്നല്ലോ, അതിന്റെ പ്രധാന കാരണം എനിക്ക് വന്ന ആ ഒരു കോള്, അതായത് കുട്ടികളെ കാണാതായി 2 മാസത്തിന് ശേഷം വന്ന ആ ഒരു കോള്, അതിന് നല്ല രീതിയിലല്ല നോർമൽ ആയിട്ടാണ് ഞാൻ മറുപടി കൊടുത്തത്. ആ കോള് കേട്ടിട്ടല്ലേ നിങ്ങൾ എന്നെ സംശയിച്ചത്. എന്നാൽ അങ്ങനെ എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച ആദ്യത്തെ കോളൊന്നും ആയിരുന്നില്ല അത്. അതുപോലെ ഒരുപാട് കോളുകൾ വരുമായിരുന്നു, ഒരു കാര്യമില്ലാതെ ചുമ്മാ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി മാത്രം. എന്നാലും ഓരോ തവണ കോള് വരുമ്പോഴും അതെന്റെ മകനായിരിക്കണേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫോൺ എടുക്കല്. ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി അവർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയാലോ എന്റെ മകന്റെ ശബ്ദം, ആ വിളിക്കുന്നതൊന്നും എന്റെ മകനല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാതിരുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മകൻ തിരിച്ചു വരുമെന്ന്. അവനെക്കുറിച്ച് ആലോചിച്ച് നീരെയാണ് എന്റെ ഭർത്താവ് പൊയോങ് മരണപ്പെട്ടു പോയത്. ഇപ്പൊ ഞാനും ഇതാ ഈ ലോകത്തിൽ ഒറ്റയ്ക്കായിട്ടുണ്ട്, ഒരു നരകതുല്യമായിട്ടുള്ള ജീവിതം, ഞാനൊക്കെ ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ വല്ലാണ്ട് കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ കഥയുടെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയായിട്ടും ആ ഒരു കില്ലർ അതാരാണെന്ന് ഇവർക്കാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ 5 പിള്ളേർക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് അവരെ കൊന്നത്, ഇന്നും അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണത്. 1991 ഈ സംഭവം നടക്കുന്നത്. മാത്രമല്ല 2007 ആയപ്പോഴേക്കും ആ സംഭവം നടന്നു 15 വർഷമായിട്ടുണ്ടായിരുന്നു. കൊറിയയിലെ നിയമപ്രകാരം ഒരു കൊലപാതകം നടന്നു 15 വർഷത്തിനുള്ളിൽ അതിന്റെ ആ ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു കേസ് അവിടെ ക്ലോസ് ആവും. എന്തായാലും 2007 കൂടിയിട്ട് ആ ഒരു കേസ് ക്ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ ഒരു കില്ലർ അതാരാണെന്ന് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ അവസാനം വലിയൊരു മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കുട്ടികളുടെ മേലെ ഒരു കണ്ണ് വെച്ചിരിക്കണം. അവരാരോട് സംസാരിക്കുന്നു, ആരുമായിട്ടൊക്കെ അവർ കൂട്ടുകൂടുന്നു, അവരെവിടെയെല്ലാം പോകുന്നുണ്ട് എന്നതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അശ്രദ്ധ കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു തീരാ വേദനയായിട്ട് മാറും. സോ കുട്ടികൾക്ക് പക്വതാവുന്ന ആ ഒരു പ്രായം വരെയെങ്കിലും അവരെ നന്നായിട്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. ആ രീതിയിൽ ഒരു മെസ്സേജ് തന്നുകൊണ്ടാണ് സിനിമയുടെ തീരുന്നത്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? റിയൽ ഇൻസിഡന്റ് ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിങ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഒരു കഥയുടെ അവസാനം ഉണ്ടാവില്ല. കാരണം ഇതൊരു കഥയല്ലല്ലോ, റിയൽ ലൈഫ് ഇൻസിഡന്റ് അല്ലേ. വീഡിയോ തീർക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞോട്ടെ, അതായത് 3 ബോഡി പ്രോബ്ലം. ആ ഒരു വെബ് സീരീസിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഒരു ബോക്സ് വന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.